സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായ അക്രമങ്ങൾ വർദ്ധിക്കുന്നു. ഈ വർഷം മാർച്ച് മാസം വരെ രജിസ്റ്റർ ചെയ്തത് 1352 കേസുകളാണ്. 3 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 12395 കേസുകളും. സംസ്ഥാന പോലീസിന്റെ ഔദ്യോഗിക രേഖകളിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ വച്ചുപൊറുപ്പിക്കില്ല എന്നുള്ളത് പ്രസംഗത്തിൽ മാത്രം ഒതുക്കുന്ന ഒരു സർക്കാരിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായ അക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ കണക്കുകളാണ് വരുന്നത്. കണക്കുകളെല്ലാം ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണല്ലേ? രോഹിണി, ഏറ്റവും അവസാനത്തെ, അതായത് കുട്ടികൾക്ക് നേരെ കേരള സംസ്ഥാനത്ത് വലിയ രീതിയിലാണ് അതിക്രമം ഉണ്ടാകുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആലുവയിൽ കണ്ടത്. അത് ആ കുട്ടിക്ക് നേരെ ഉണ്ടായ ലൈംഗിക പീഡനവും അതിനുശേഷമുള്ള കൊലപാതകം അടക്കം സംസ്ഥാനത്ത് കുട്ടികൾക്ക് നേരെ അതിക്രമം വർദ്ധിച്ചു വരുന്നു എന്നത് തന്നെയാണ് മലയാളിയെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഞെട്ടിപ്പിച്ചു നിർത്തുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ വർഷം മാത്രം, അതായത് മാർച്ച് മാസം വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അതായത് 2 മാസം മുമ്പ് വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 1352 കേസുകളാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കുട്ടികൾക്ക് നേരെ നടന്ന അതിക്രമമായി മാത്രം ഉൾപ്പെടുത്തി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ 3 വർഷത്തെ ഒരു കണക്ക് എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ദിവസങ്ങളെക്കാൾ കൂടുതലാണ്. ഒരു വർഷം എന്ന് പറയുന്നത് 365 ആണ്. അങ്ങനെ കണക്ക് കൂട്ടിയാൽ പോലും അതിൻ്റെ ഇരട്ടി വരുന്നതാണ്. 12395 കേസുകളാണ് കുട്ടികൾക്ക് നേരെ അതിക്രമം നടന്നത്. അത് അതിക്രമം എന്ന് പറയുന്നത് ബാല വിഭാഗമുണ്ട്, ബാലവേലയുണ്ട്, കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമമുണ്ട്, പോസ്കോ കേസുകൾ അടക്കമുള്ള കേസുകൾ നോക്കിയാലാണ് ഇത്രയും അധികം കേസുകൾ ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും അടുത്തു നിൽക്കുന്ന പ്രതികളാണ് നമ്മളെ രക്ഷിതാക്കളും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ അടുത്ത ബന്ധുക്കളും ഈ അധ്യാപകരുമൊക്കെയാണ് ഈ കുട്ടികൾക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രമങ്ങളിൽ പ്രതിയായി നിൽക്കുന്നത്, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നതും മലയാളിയെ ലജ്ജിപ്പിക്കുന്നതായി നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കുട്ടികൾക്ക് നേരെയുള്ള പീഡനം അത് കേരളത്തിൽ കുറവില്ല എന്ന് തന്നെയാണ് കണക്കുകൾ, അതായത് പോലീസിന്റെ കണക്കുകൾ, രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2-3 കാര്യങ്ങളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഒന്ന്, ലൈംഗിക അതിക്രമം, നിർബന്ധിതമായ ബാലവിഭാഗം മുതലായ കേസുകളിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നതാണ്, അല്ലെങ്കിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഭാരതീയ നിയമസംഹിത 371 64 ക്ലോസ് എ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തന്നെ ഏകദേശം 555 കേസുകളാണ് 3 വർഷത്തിനിടയിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് കുട്ടികളെയും അല്ലെങ്കിൽ സ്ത്രീകളെയും ഒക്കെ തന്നെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ 3 വർഷത്തെ കണക്കാണ്, അതായത് 2ാം പിണറായി സർക്കാരിൻ്റെ ഈ 5ാം വാർഷിക ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുന്ന ദിവസമാണ്. കഴിഞ്ഞ 3 വർഷത്തെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് എന്ന് നമുക്ക് പ്രേക്ഷകരോടും പൊതുസമൂഹത്തോടും പറയേണ്ടി വരുന്നത്. രോഹിണി.